ഇന്ന് നമുക്കൊരു അടിപൊളി അച്ചാറുണ്ടാക്കാം. ഒരുപാട് കാലം സൂക്ഷിച്ച് വെച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇതുപോലെ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഗൾഫിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ കൊടുത്തു വിടാനൊക്കെ വളരെ ഉപകാരപ്പെടും. ഒത്തിരി നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഒരു വർഷമോ അതിൽ കൂടുതലോ വെക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വെറൈറ്റി അച്ചാർ റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണക്ക നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട്, ഒരുപാട് ചെറിയ പീസാക്കണ്ട, 2-3 പീസാക്കിയതിന് ശേഷം അതിൽ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. ഇതിൻ്റെ പുറത്ത് കാണുന്നത് പൂപ്പലല്ല, ഇത് ഉപ്പാണ്, ഉപ്പ് പിടിച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് ഉണങ്ങിയതാണ്. പിന്നെ ഈ ഒരു ടിന്നിൽ അടച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടിരുന്നതാണ്. ഈ ഒരു നാരങ്ങയാണ് ഇന്ന് അച്ചാറിടാൻ പോകുന്നത്. ഇതുപോലെ ഉണക്കിയെടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ അത് അച്ചാറിടുമ്പോൾ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിലേക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഇതിൽ കുറച്ച് പൊടികൾ വേണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കടു എടുക്കുന്നുണ്ട്. കടു ഒരു 3 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂണിലാണ് എടുക്കുന്നത്. വലിയ സ്പൂണാണെങ്കിൽ അതനുസരിച്ച് 1-1.5 എടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഉലുവയും കൂടി എടുക്കുന്നുണ്ട്. ഉലുവ കൂടിപ്പോണ്ട, കടുക് എടുക്കുന്നതിൻ്റെ നേരെ പകുതി മതിയാവും. അപ്പോൾ ഉലുവ കൂടിപ്പോയാൽ ചിലപ്പോൾ കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് കൂടിപ്പോവാതെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്തും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇത് ചെറുതായിട്ട് പൊട്ടി വരുന്ന, പെട്ടെന്ന് പൊട്ടി വരും. ആ ഒരു പരുവാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് മാറ്റി വയ്ക്കണം. അതുപോലെ തന്നെ ആ മാറ്റുന്ന സമയത്ത് ഈ വറുക്കുന്ന ചട്ടിയിൽ വെച്ചേക്കാതെ വേറൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റണം. അല്ലെങ്കിൽ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് വീണ്ടും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ പെട്ടെന്ന് തന്നെ പൊട്ടി കിട്ടിക്കോളും. ഇനി അതങ്ങ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനി അച്ചാർ റെഡിയാക്കാനുള്ള പാത്രം ഏതാണോ അത് അടുപ്പത്തേക്ക് വയ്ക്കാം. അത് വെച്ച ശേഷം പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ അച്ചാർ ഇടുമ്പോഴെല്ലാം കൂടുതലും നല്ലെണ്ണയാണ് ചേർക്കാറുള്ളത്. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാർ പൂപ്പൽ പിടിക്കും, പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ ഒത്തിരി നാൾ വെച്ചിരുന്നെടുക്കാനാണെങ്കിൽ ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കരുത്, നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. അതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതും ഒരു നല്ല മണമൊക്കെ ഈ ഒരു നല്ലെണ്ണയ്ക്കാണ് കിട്ടുന്നത്. വെളിച്ചെണ്ണയ്ക്ക് അത്രയും ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. ഇതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അച്ചാർ ഇടാനായിട്ട് നാരങ്ങയൊക്കെ എത്രയാണോ എടുക്കുന്നത് ആ ഒരു അളവിനനുസരിച്ച് എണ്ണയും ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരളവൊന്നും ഞാൻ പറയുന്നില്ല, ആ ഒരു അളവിനനുസരിച്ച് ഏകദേശം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വെളുത്തുള്ളി കരിഞ്ഞു പോകാതെ അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് മൂത്ത് പോകാതെ ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിന് മുമ്പേ തന്നെ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ നല്ലെണ്ണയിലേക്ക് വറ്റൽമുളകും വെളുത്തുള്ളിയും ഈ ഒരു കറിവേപ്പിലയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക മണമാണ്, ഒരു നല്ല മണവും. അതുപോലെ തന്നെ അച്ചാർ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുമാണ്. ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതത്രയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പച്ച മണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കുറച്ചെടുത്താൽ മതി. എരിവ് കൂടുതലല്ലേ, അപ്പോൾ എരിവനുസരിച്ച് എടുത്താൽ മതി. അതും അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തും എടുക്കാം. പകുതി കാശ്മീരി ചില്ലിയും പകുതി സാധാ ചില്ലി പൗഡറും രണ്ടും മിക്സ് ആയിട്ടും എടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് ആ ഒരു നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതുവരെ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിൽ പ്രത്യേക ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർത്താണ് നാരങ്ങ ഉണക്കിയെടുത്തത്. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഉപ്പ് ചേർത്തിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യേകം ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, എന്നാൽ ഉപ്പങ്ങ് കൂടിപ്പോവും. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ച വെള്ളം വേണം ചേർക്കാനായിട്ട്.
അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോവും. സാദാ വെള്ളമോ അതുപോലെ തന്നെ ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളം ഒന്നും ചേർക്കരുത്. നന്നായിട്ട് വെട്ടിത്തിളച്ച വെള്ളം അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. ഇനി ഈ വെള്ളവും കൂടി ചേർത്ത ശേഷം ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം പിന്നെ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. മൂടി വയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. ഈ ഒരു വെള്ളം ചേർക്കുന്നത് തന്നെ നാരങ്ങ ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അഥവാ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ ഡ്രൈ ആയിട്ട് തന്നെ എടുക്കാം. വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ നാരങ്ങയ്ക്ക് ഒന്ന് സോഫ്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റി പരുവത്തിൽ കിട്ടും. പിന്നെ അടിക്ക് പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അച്ചാറൊക്കെ നല്ലൊരു മണമായിട്ട് വന്നിട്ടുണ്ട്. പണി ഇവിടെ തീർന്നിട്ടില്ല. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടുക്, ഉലുവ ആ രണ്ട് സംഭവങ്ങൾ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടി ഇതിലേക്ക് ചേർക്കാനായിട്ട് സമയമായിട്ടുണ്ട്. പൊടിക്കുന്ന സമയത്ത് ഒരുപാട് പൗഡറായിട്ട് അങ്ങ് പൊടിച്ചെടുക്കരുത്. ചെറിയ തരിതരിപ്പോട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പരുവത്തിന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആ ഒരു കായപ്പൊടിയും കൂടി ചേർക്കുമ്പോഴേ അച്ചാറിൻ്റെ കറക്റ്റ് ടേസ്റ്റിലങ്ങ് എത്തത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു അച്ചാർ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, അതിൽ ഒരു വ്യത്യാസമില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നാരങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണക്കി വെച്ചാൽ നാരങ്ങ സീസൺ അല്ലാത്ത സമയത്തും നാരങ്ങ കിട്ടാതിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് എടുത്ത് അച്ചാറിടാം. ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഇരിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് ഉണക്കിയ നാരങ്ങ അച്ചാറിട്ടാലും ഒത്തിരി കാലം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നമ്മൾ സാധാ ഉണക്കാതെ അച്ചാറിടുന്ന ആ ഒരു ടേസ്റ്റേ അല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിനുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ബൈ അയാൻസ് വേൾഡ്.